ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വരൂ മക്കളെ, കാണാം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുകയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് നമുക്ക് എന്ത് കൊണ്ടുവന്നാലും വലിയ സന്തോഷമാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബേക്കറിയിൽ അന്നേരം ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കി തരുന്ന ബ്രെഡ്, പിന്നെ ഇത് കുറച്ച് ടാബ്ലറ്റാണ്. അപ്പം ആയുർവേദത്തിൻ്റെ ടാബ്ലറ്റ് ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടി പൊട്ടിക്കും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഇവിടെ കിട്ടുന്ന ഐറ്റങ്ങളാണെങ്കിൽ പോലും നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് നോക്കാനും അതിനുള്ളിൽ എന്താണെന്ന് നോക്കാനൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. മക്കളെക്കാട്ടിലും സന്തോഷം എനിക്കാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായത് പച്ച ഇലയാണ് കേട്ടോ. എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കൂറക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഞാൻ ഹൽവ കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്ലാക്ക് കളർ ഹൽവയാണ്. അങ്ങനെ ഓരോ ഐറ്റങ്ങളുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ മുട്ട കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടയാണെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള മുട്ടയാണ്. കാരണം കോഴി മുട്ടയിടുമ്പം ഓരോ ദിവസം സ്റ്റോക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നാടൻ കോഴിമുട്ടയുണ്ട്, താറാമുട്ടയുണ്ട്, പിന്നെ അതുപോലെ തന്നെ 2 ഇത് വരത്തില്ലേ, എഗ്ഗ്, ഒരു എഗ്ഗിനകത്ത് തന്നെ 2 ഇത് വരുന്ന ഉണ്ണിയുള്ള മുട്ടയുണ്ട്. അപ്പോൾ എല്ലാ സൈസും മുട്ടയുണ്ട് കേട്ടോ. താറാമുട്ടയുണ്ട്. പിന്നെ ഫിഷ് ഞങ്ങൾ അന്നേരം തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം, ഇതിനകത്ത് എന്താണ് ഉള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്നേരം തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പൊട്ടിക്കുകയാണ്, ഇതെന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. നമുക്കത് എന്താണെന്ന് പൊട്ടിക്കുകയും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പം എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുകയാണ് അമ്മുമോളും കേട്ടോ. അത് ഇതിനകത്തുള്ളത് പായസമാണ് കേട്ടോ. നല്ല അടിപൊളി, കേടാവത്തില്ല കേട്ടോ. നല്ല അടിപൊളി നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു പായസമാണ്. കാഷ്യൂനട്ടും കിസ്മസും ഒക്കെ ഇട്ട് അടിപൊളി ഒരു പായസമാണ്. ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, കേടാവത്തില്ല. ഇതിനകത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പം ഉപ്പിലിട്ട നെല്ലിക്കയാണ് കേട്ടോ. ഉപ്പിലിട്ട നെല്ലിക്ക കൊടുത്തു വിട്ടതാണ്. വെള്ളമില്ലാതെ നെല്ലിക്ക മാത്രം എടുത്ത് ഉപ്പിലിട്ട് വെച്ചത് കൊടുത്തു വിട്ടതാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്കയാണ്. പിന്നെ അതുപോലെ ഡബിലോലിക്കായും ഉണ്ട്. ഓരോ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ഉപ്പിലിട്ട് വെച്ചതാണ്, പക്ഷേ വെള്ളമില്ലാതെ അതിനകത്തുനിന്ന് ഡബിലോലിക്ക മാത്രമാണ് നമുക്ക് എടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്താണെന്ന്, ഇത് മീനച്ചാറാണ് കേട്ടോ. ചൂര മീനച്ചാർ ഇട്ടതാണ്. അപ്പോൾ അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ച് ഒരുപാട് വെച്ചിട്ടുള്ളത് കൊണ്ട് കേടാവത്തില്ല, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അങ്ങനെ ചൂര അച്ചാറിട്ടതും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരു ടിന്ന് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതൊക്കെ ഉള്ളത് കാരണം നമുക്കിന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനും മക്കളോട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. കഞ്ഞി ചൂടായത് കാരണം ക്യാമറയുടെ ക്ലാരിറ്റി നന്നായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. കഞ്ഞി, പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ചെറുപയറില്ലേ, അതിൻ്റെ നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മീനച്ചാർ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാറും, പിന്നെ ഞങ്ങളുടെ അടിപൊളി ഉപ്പിലിട്ട നെല്ലിക്കായും, നല്ല കിടുക്കാച്ചി ഡബിലോലിക്കായും ഇട്ട് എല്ലാം കൂടെ കുഴച്ച് ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചെൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയുമില്ല, കിടുക്കാച്ചി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.